കാർമൽ സ്കൂളിന്റെ ബാലാമണി കണ്ടു, എല്ലാവരും അമ്പരന്നു, വൈറലായി. ഇതാ തിരുവനന്തപുരം കാർമൽ സ്കൂളിന്റെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുമായിട്ട് സെയിം സാർ ജോമൻ സാർ എത്തിയിരിക്കുകയാണ്. ഇത്തവണ മത്സ്യം അല്ലേ? അതെ, മത്സ്യം. ജോമൻ സാറും പിള്ളേരും വീണ്ടും കത്തിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അതും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് തന്നെ അവരോട് ചോദിക്കാം. എന്താണ് സാർ ഇത്തവണത്തെ മത്സ്യം ടീമിനെ കുറിച്ച് പറയാനുള്ളത്? മത്സ്യം സാധാരണ കണ്ടുവരുന്നതിൽ നിന്ന് ഒരു ഇച്ചിരി സ്റ്റൈല് മാറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് മെയിൻ അട്രാക്ഷൻ. ഇപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഒരു ചേഞ്ച് കാണുന്നില്ലേ? അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ട്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മത്സ്യം കോസ്റ്റ്യൂം മാത്രമല്ല, നല്ല അടിപൊളി പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ. ഇപ്രാവശ്യം പ്രോപ്പർട്ടീസും ഒരുപാട് ആൾക്കാർ സംഘനൃത്ത ടീമിനൊക്കെ കണ്ടു. പ്രോപ്പർട്ടീസും അതേ ഇമ്പോർട്ടന്റ് വന്നുകൊണ്ടിരിക്കുക അല്ലേ? അതെ, ശരിക്കും പറഞ്ഞ ഒരു വിഷ്വലി നോക്കുമ്പോഴത്തേക്ക് ഒരു ട്രീറ്റ് കൊടുക്കാൻ സാധിച്ചു. മറ്റേ സീയുടെ കർട്ടനാണെങ്കിലും എന്താണെങ്കിലും ഒരു ഭംഗിയില്ലായിരുന്നോ? അത് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. വ്യത്യാസം എന്ന് വെച്ചാൽ കഴിഞ്ഞ വട്ടം സിമ്പിൾ ആണെങ്കിൽ ഇപ്രാവശ്യം സാറ് കുറച്ച് ഹെവി സാധനമാണ് പിടിച്ചേക്കുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കളർഫുൾ ട്രീറ്റ് ആണ് സാർ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബാലാമണി സിമ്പിൾ ആയി പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇതാ ഹെവി ആയിട്ട് തലയിലൊക്കെ നല്ല അടിപൊളി എന്താ പറയുക, സത്യമാണ്. ഒന്ന് അങ്ങേയറ്റം ഒന്ന് ഇങ്ങേയറ്റമാണ് കോസ്റ്റ്യൂമിന് ഇതിൽ നോക്കുമ്പോൾ. പിന്നെ അതിലുപരി നമ്മൾ എടുക്കുന്ന തീമിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മത്സ്യം എന്ന തീമിനോട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഇത് കണ്ടാലറിയാം നീരാളി പോലെ ഇല്ലേ? അപ്പം അതുപോലത്തെ ഒരു കോസ്റ്റ്യൂം പിടിച്ചു. ബാലാമണി സെയിം ടൈം ഭയങ്കര നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന പോലത്തെ ഒരു സ്റ്റൈൽ പിടിച്ചു. രണ്ടും സബ്ജക്റ്റിനോട് നീതി പുലർത്താൻ ശ്രമിച്ചു. അത് തന്നെയാണ്. എങ്ങനെയുണ്ട് ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? നമുക്ക് കളിക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കളിച്ചിട്ടുണ്ട്. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് എങ്ങനെ, ഹെവി ആണോ? അത്യാവശ്യം ഹെവിയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്താ മത്സ്യമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഒരുപാട് ടഫാണെങ്കിലും ഇഷ്ടമാണ്. ഹെവിയാണ്. സാർ അടിപൊളിയാണ്. ഞങ്ങൾക്ക് എന്താ മെന്റലി സപ്പോർട്ട് തരുന്നതാണെങ്കിലും ഞങ്ങൾ ഡൗൺ ആയി പോകുന്ന സമയത്തൊക്കെ സാറ് ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരാറുണ്ട്. ഫിസിക്കലി ഡൗൺ ആവുന്ന സമയത്ത് സാറ് എന്ത് ചെയ്യണം എല്ലാത്തിനും സാറിലോട്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. വി ആർ സോ ഹാപ്പി ദാറ്റ് സാറിനെ പോലെ ഒരാളെ കിട്ടി. എന്ത് തന്നെയായാലും ബാലാമണിയെ പോലെ തന്നെ വൈറലായിക്കൊണ്ട് ഇരിക്കുകയാണ് സാറും സാറിന്റെ കോസ്റ്റ്യൂംസും, അതുപോലെ തന്നെ സാറിന്റെ ചുണക്കുട്ടികളായിട്ടുള്ള കുട്ടികളും. ഈ നിറഞ്ഞ സദസ്സിൽ വൈൻ കയ്യടിയോടെയാണ് ഈ സംഘനൃത്തം ടീം ഇപ്പോൾ തിരിച്ചിറങ്ങിയിരിക്കുന്നത്. ഹരിഷ്മയും പൂജയും 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.